വന്നിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ഫെവിക്കോൾ എങ്ങനെ വീട്ടിൽ നിർമ്മിക്കാമെന്നതാണ്. അതിനുപേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുമെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് എത്ര ഗമ്മാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്രയ്ക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിട്ട് കുഴയ്ക്കാതെ കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാനായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സാധാ പച്ചവെള്ളം തന്നെ നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടുവെള്ളമൊന്നും എടുക്കേണ്ട കാര്യമില്ല, പച്ചവെള്ളം തന്നെ യൂസ് ചെയ്ത് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ചെറിയ ബോൾസും കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ ശ്രദ്ധിക്കണം. ഇനി മിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു മൈദപ്പൊടി കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുമ്പോൾ കൂടി പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മുടെ സാധാ ഷുഗർ ഇട്ട് കൊടുത്ത് ഇതും നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എത്ര ഷുഗറാണ് ഇട്ടത് അത്രയും സോൾട്ടും, അതായത് ഉപ്പ് ഇട്ട് കൊടുക്കണം. സാധാ കറി ഉപ്പാണ് എടുക്കുന്നത്. അപ്പോൾ അതേ സെയിം അളവിൽ തന്നെ ഉപ്പ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ ആ ഒരു തരിയൊക്കെ നല്ലപോലെ അലിഞ്ഞ് ചേരണം. ഓക്കെ, ഇപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫെവിക്കോളിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫെവിക്കോളിൻ്റെ മണം മാത്രമേ ഇല്ല, ബാക്കി എല്ലാം ഫെവിക്കോളിൻ്റെ അതുപോലെ തന്നെ ഉണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഇതൊരു ഗമ്മിൻ്റെ പോണയിലേക്ക് ഒന്ന് മാറ്റാം. ഓക്കെ, നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു പേപ്പറൊക്കെ ഒടിച്ച് നോക്കാം. അപ്പോൾ ഞാനത് മുമ്പ് ഒരിക്കൽ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഫെവിക്കോൾ ഒട്ടാൻ എത്ര സമയം എടുക്കുന്നു അത്രയും സമയം തന്നെ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ കണ്ടുമുട്ടുന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ ആനന്ദിനോടൊപ്പം ഇറ്റ്സ് മീ അർജുൻ സൈനിങ് ഔട്ട്.